നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രവാസികൾ തൊഴിൽ ചെയ്യുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സ്വദേശിവൽക്കരണം ഉൾപ്പെടെയുള്ള കടുത്ത നിബന്ധനകളിലേക്ക് ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും കടക്കുകയാണ്. എങ്കിലും പ്രവാസികൾക്ക് അഭിമാനവും ആദരവും നൽകുന്ന ഒരു സുപ്രധാന തീരുമാനമാണ് അധികൃതർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് സ്വദേശികളെയും വിദേശികളെയും തുല്യ രീതിയിൽ ബഹുമാനത്തോടെയും കാണുന്ന സ്ഥിതി ഉണ്ടാകണമെന്ന് കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫ് വ്യക്തമാക്കുകയുണ്ടായി. ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യക്കാരനായും അമേരിക്കക്കാരനായാലും രാജ്യത്തെ എല്ലാ പ്രവാസികളെയും ഒരേ രീതിയിൽ കാണാനും ആദരിക്കാനും തയ്യാറാകണമെന്നും ഏതെങ്കിലും രീതിയിലുള്ള അപമര്യാദയോ അവഹേളനമോ അവർക്ക് നേരെ ഉണ്ടാകരുതെന്നും അദ്ദേഹം അറിയിക്കുകയായിരുന്നു. പുതുതായി സ്ഥാനമേറ്റ ശേഷം ഉദ്യോഗസ്ഥരുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടണം, അതിലൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും പാടില്ല, നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്ത് പ്രവാസികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചുവരുന്ന വിഷയം മന്ത്രിതല സമിതി ചർച്ച ചെയ്യുകയും സ്വദേശി യുവാക്കളെ കൂടുതൽ കരുത്തരാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഭ്യന്തര മന്ത്രാലയത്തിന് മുമ്പാകെ ഗുരുതരമായ വെല്ലുവിളികളാണ് ഉള്ളതെന്നും അവയ്ക്ക് സത്വര പരിഹാരം കാണുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ചിലരെ സ്ഥലം മാറ്റുകയും ചിലരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യാനാണ് തീരുമാനമെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ഇതുകൂടാതെ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുകയെന്ന ലക്ഷ്യത്തോടെ മാത്രമേ താൻ പ്രവർത്തിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളെ സേവിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും തന്റെ പ്രവർത്തന ശൈലി എല്ലാവർക്കും അറിയാവുന്നതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്വദേശികളോടും പ്രവാസികളോടും മോശമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.